ഹലോ ഗൈസ്. അപ്പോ നമ്മള് സ്കൂളെല്ലാം പൂട്ടി വെക്കേഷൻ എല്ലാം വേഗം പോയി. ഇതാ സ്കൂൾ ഇപ്പം തുറക്കാനായി. ഇനി നാളെയാണ് സ്കൂൾ തുറക്കാന്. എനിക്ക് സന്തോഷം സ്കൂൾ തുറക്കുമ്പോ. ഒരാൾക്കിടെ സന്തോഷായിട്ട് നിക്കാൻ പറ്റുന്നില്ല സ്കൂൾ തുറക്കുന്നോണ്ട്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മള് സ്കൂൾ തുറക്കുമ്പോ സ്കൂളില് പല പല സാധനങ്ങളും കൊണ്ടുപോവില്ലേ, ബോക്സ്, ബാഗ് അങ്ങനത്തെ എല്ലാം കൊണ്ടുപോകൂലേ. അപ്പോ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് സ്കൂൾ ഉപകരണങ്ങൾ. അടിപൊളി ബോക്സ്. അതിനൊക്കെ ഒരു മാജിക് കാണിച്ചിട്ട് തുറക്കാൻ്റെ ബോക്സ്. അങ്ങനെയല്ല ഞാൻ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ചിത്രം ഇപ്പൊ വീഡിയോല്ലേ ഉള്ളേ. ഇതിപ്പോ ഈ പച്ചരി ഇതല്ലേ. ഇനി ഈ മഞ്ഞയിലേക്ക് ഞാൻ ഈ ഒരു ചിത്രമാക്കും. ഈ ബോക്സിന് ഒരു തിരിക്കൽ ഞാൻ തിരിക്കും. ഒരു തിരിക്കൽ തിരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ചിത്രവും മാറും. അതിന്റെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് പച്ച ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറും. ഇനി എന്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ബോക്സ്. ഇതെല്ലാവർക്കും അറിയുന്ന ബോക്സ് തന്നെ ആയിരിക്കും. ഇതാ വീടിന് ഇങ്ങനെ തുറക്കുക. പിന്നെ ഇവിടെ സ്കട്ടർ ഉണ്ട് കൂർമിക്കാന്. പിന്നെ ഇതൊരു ഗെയിമാണ്. ഇത് 2 ഗെയിമാണ്. ഒരു ഗെയിം ഇത് രണ്ടാമത്തെ ഗെയിം. ഇതാ ഇതിവിടുന്ന് ഇങ്ങനെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഓരോരോ മുത്തുകൾ ഇങ്ങനെ പോവും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കോമാളി പണിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലും കുറച്ച് സാധനങ്ങൾ. ഇതാണ് എൻ്റെ ബോക്സ്. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ബോക്സ്. മനത്താത്തിൻ്റെ പോലെ തന്നെയാണ്, ചിത്രം മാറ്റുള്ളൂ. ഒരു സൂപ്പർ ഹീറോൻ്റെയാണ്. ഈൽത്തും മനത്താത്തൻ്റെ അതേ ഗെയിമാണുള്ളത്. 2 ഗെയിം ഉണ്ട്. ഒന്ന് ഇതിങ്ങനെ കാളങ്ങളിലോട്ട് പോയിട്ട് ഇവിടെ ഫിനിഷ് ആക്കല്. ഇത് ഇവിടുന്ന് ഇങ്ങനെ നക്കിയിട്ട് ഇതിങ്ങനെ പോയിട്ട് ഈ 2 നിറയ്ക്കല്. ഇതിൽ നല്ല സ്പേസ് ഉണ്ട്. ഇതാ വേറെ തന്നെ സ്പേസ് ഒക്കെ ഉണ്ട്. ബാക്കിലും ഉണ്ട്. പിന്നെ ഒരു സ്കട്ടർ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തുറക്കും, എന്നിട്ട് കൂർമിക്കും, എന്നിട്ട് വേസ്റ്റ് അങ്ങ് കളയും. അപ്പോൾ കുപ്പി ഉണ്ട്, കവർ സ്റ്റിക്കർ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ക്യൂട്ട് സ്റ്റിക്കർ ഉണ്ട്, എയർപ്ലെയിൻ ഉണ്ട്, പിന്നെ ഈഞ്ച് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഹലോ കിറ്റി, ബത്തക്ക തുറക്കാൻ വിചാരിച്ചാല് നീ തുറക്കാം. എന്താ ഈടായിക്കണം നെക്കി കൊടുക്കാറ്. അപ്പോഴിങ്ങനെ വരും കുടിക്ക. അപ്പൊ ഇവിടെ പൂട്ടാൻ എങ്ങനെയാ വിചാരിച്ചാല് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്ക, എന്നിട്ട് ഇത് പിടിക്കാം. സ്കൂളിൽ നേരെ പോകാം. സ്കൂളിൽ ഇത് എനിക്ക് തൂക്കെല്ലാം ചെയ്യാം. അടിങ്കിലല്ലേ ഇവക്ക് ആ ബാഗിലൊക്കെ ഇത് വെള്ളം ഉണ്ടാകുമ്പോ ഇങ്ങനെ ഉള്ളിങ്ങനെ തൊടുവൊന്നും വേണ്ട, എല്ലാണ്ട് തന്നെ ഓപ്പൺ ആവും. ഇതാ കണ്ടോ വന്നണ്ട. നമ്മളിങ്ങനെ നെക്കി കൊടുക്കൊന്നും വേണ്ട. വെള്ളം ഉണ്ടാകുമ്പോ അത് ഞാൻ ഓപ്പൺ ആയിക്കോളും. നല്ല അടിപൊളി കുപ്പിയാണ്. ക്വാളിറ്റി ഇവക്ക് പിങ്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിങ്കാണ് ഇവള് മേടിച്ചത്. ഐസ്ക്രീം എല്ലാം കിട്ടൂയേ. ഇതാണ് എന്റെ ഉപ്പി. ഞാൻ കുറച്ച് കവായ് സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടുണ്ട്. റെഡ് കളറാണ്. പിന്നെ ഇതാ ഇത് ഇങ്ങനത്തെ കുപ്പി, ചായ പോലത്തെ കുപ്പി. അപ്പൊ ഇതാണ് എന്റെ ഉപ്പി. ഓരോരോ ടൈമിന് കുടിക്കേണ്ടതുണ്ട്. പിന്നെ എത്ര മില്ലി ലിറ്റർ ആണെന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇതാ ഇത് ഞാൻ ലോക്കാണ്. ഇപ്പൊ ഇത് ലോക്ക് നോക്കിയിട്ട് ഇങ്ങനെ തുറക്ക, ഇങ്ങനെ കുടിക്കാം. ഇത് ലോക്കാക്കാം. ആ കുപ്പിക്ക് 2 ലോക്ക് ഉണ്ട്, ഡബിൾ ലോക്ക്. ഒരു ലോക്ക്, ഇത് ഡബിൾ ലോക്ക്. ഇത് ഈ കുപ്പിന്റെ കൂടെ കിട്ടിയ സ്റ്റിക്കേഴ്സ് തന്നെയാണ്. അപ്പൊ അതിന്റെ കീച്ചൻ എന്താ, കീച്ചന്റെ മുകളിൽ കണ്ടാ അതിന്റെ ക്യൂട്ട് കീച്ചന് കാലിൽ കണ്ടാടും കണ്ടാ കയ്യിലോ. ഹായ് ഞാൻ പാട്ടാ
ഇവളെ ബാഗിന്റെ അതേ കളർ തന്നെ ഇവക്ക് കിട്ടിയിട്ടുണ്ട്. ചേരുന്നു ഇതാ ഇത് കടിച്ചു തൂക്കണ്ടായിരുന്നെ വീടൊന്നും ചെയ്യണ്ടല്ലോ. റോസ് ഇഷ്ടമല്ലോണ്ടാണ് ഞാൻ റോസ് വാങ്ങിയത്. ഗൈസ് ഇതാണ് ഇവിടെ ബാഗ്. നല്ല ക്യൂട്ട് ബാർബിന്റെ ഒരു ചിത്രമുള്ള ബാഗാണ് ഇതാ. ഇനി ഓൾറെഡി കീച്ചെയിൻ ഉള്ള പോലത്തെയാണ് ബാഗ്. അപ്പോൾ കീച്ചെയിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്കെ ഇഷ്ടപ്പെട്ടോണ്ട് വാങ്ങിയതാണ്. ഈ കള്ളി ഇനി 3 എണ്ണാണ് കള്ളി ഉള്ളത്. 3 എണ്ണല്ല, 4 കള്ളി ഇതാ. 4 കള്ളി. ഒന്നിത് ഇതിന്റെ ഒരു പ്രത്യേകത മറന്നുപോയി. ഇതിന് ഒപ്പരം കിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ പൗച്ച് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആട്ടാ. നമ്മളിതാ ബാഗിന്റെ മുന്നിൽ കണ്ട അതേ ചിത്രാണ് രണ്ടിനുള്ളത്. കിറ്റായിട്ട് ഈ ഒരു പൗച്ചും ആ ഒരു ഇതുമാണ് വരുന്നത്. ലഞ്ച് ബോക്സ് അല്ലേ മിന്നി തിളങ്ങുന്ന പോലെ. ഇതിനുണ്ട് അങ്ങനത്തെ കീച്ചെയിൻ പോലത്തെ. ജിബിന് എല്ലാത്തിനും ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. ക്വാളിറ്റി അല്ല ക്വാളിറ്റി. ക്വാളിറ്റി അല്ല ക്വാളിറ്റി. 4ാമത്തെ കള്ളിയോട് ഉദ്ദേശിച്ച് ഈശ. നമുക്ക് പ്ലേറ്റ് എല്ലാം വെക്കാം. കളറ് കണ്ട എന്റെ കളറ് തുറന്നാ കൊറേ എന്താ നമ്മളെ 2 കളർ. റിയ ശരിക്കും പൊട്ടനാണ് ഗൈസ്. എന്നാ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 24 കളർ ഇട്ടു. ഓനോ 16 എണ്ണം ഉള്ള ഈ ഒരു ക്രയോൺ വാങ്ങി. നമ്മളെല്ലാം കൂടുതൽ ക്രയോൺ ഉള്ളല്ലോ. അങ്ങനെ ഞാനും ഹന്നെ ഇതാണ് വാങ്ങിയത്. ഓനിക്ക് അത് വേണോ പറഞ്ഞപ്പോൾ ഓൻ അതാണ് വാങ്ങിയത്. എൻ്റെ ഈ ചെയിനും ഹന്നനെ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ലാവൻഡർ കളറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ബാഗിന് പൈപ്പ് ക്ലീനറിനെ കൊണ്ട് ഒരു കീ ചെയിനും കൂടി ആക്കിയതാണ്, മേടിച്ചതല്ല. എൻ്റെ ബാഗിൻ്റെ കളറിന് ചേരുമെന്ന് വെച്ചിട്ട് ആക്കിയതാണ്. ഇതാണ് എൻ്റെ ബാഗ്. ഇത് ഉപ്പാക്ക് കിട്ടിയതാണ്. മൊബൈലിൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ്. ഇതില് 1 2 3 4 5 കള്ളിയാണ് ഇതിലുള്ളത്. നല്ല ബാഗാണ്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം ബാഗാണ്. കണ്ടോ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി. കുപ്പി വെക്കേണ്ട 2 സാധനം ഉണ്ട് എൻ്റെ കയ്യില്. പിന്നെ ഞാൻ ഇതിലൊരു മണി തൂക്കിട്ടുണ്ട്. എനക്കും ഹന്നനെ പോലെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു കീശ പോലത്തെ ഉണ്ട്. ഇതാ എനിക്ക് ഞാൻ തുറക്കേണ്ട സാധനം ഉണ്ട്. തുറക്കുക, എന്നാ വെക്കട്ടെ വെച്ചാൽ വെക്കുക. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഈ ചെയിൻ. ഇത് ഒരു കാറിൻ്റെ ഈ ചെയിനാണ്. ഇതാ ബാക്കോട്ടാക്കിയാൽ മുന്നോട്ട് പോകും. ശരിക്കും പറഞ്ഞ ഒരു ടോയ് കാർ തന്നെയാണ്. ഇവർക്ക് 2 ആക്കും ഇല്ലാത്ത ഒരു സാധനം എൻ്റെ അടുത്തുണ്ട്. ബ്രഷ് പെൻ. ഇതിൽ 14 കളറാണ് വരുന്നത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എനിക്ക് ഇതാണ്. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഗ്ലിറ്റർ പോലെ മിന്നും. ഇതൊരു പെന്ന്, ഒരു കാറിന്റെ ഡബ്ബർ, 3 ഡബ്ബർ ഉണ്ട്. ഓരോന്നും തീർന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ 2 പെൻസിലിന്റെ ബാക്കിലിടുന്നതാണ്. 2 ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ പെൻസിലിന്റെ ബാക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിട്ട് മയക്കാം. ഇതല്ലേ വരെ ബോക്സിലുള്ള സാധനം തന്നെയാണ്. ഞാൻ പിന്നെ പുറത്തൊന്നും വെച്ചിട്ടില്ല. ബോക്സിന്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചത്. പെണ്ണെടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഇങ്ങനെ എടുത്തിട്ട് എല്ലാം ബോക്സിന് ചേർന്നാണ്. ചോപ്പ് കട്ടർ ചോപ്പ്. ഈ പൗച്ചിൽ എന്താണെന്ന് പറഞ്ഞാല് സ്കെച്ച്. ഞാൻ അതിന്റെ കവറെല്ലാം ഊരി മാറ്റിയിട്ട് ഒരു പൗച്ചിലാക്കി. കവറ് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇത് എൻ്റെ സ്കൂൾ സാധനം തന്നെ വാങ്ങുമ്പോൾ ഞാനൊരു കർച്ചീഫും കൂടി വാങ്ങിയിട്ടുണ്ട്. നല്ല ക്യൂട്ട്. നമ്മളെ ചെരുപ്പ് കാണിച്ചു തരാം. ചെരുപ്പ് ഗൈസ് എനിക്ക് ഓൾറെഡി ചെരുപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല. നല്ലത്
രണ്ട് പൊതി ഉണ്ട്, കുറച്ച് നോട്ട്സ് എക്സ്ട്രാ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ എന്തായാലും നോട്ട് കിട്ടും, നമ്മള് രണ്ടാമതെല്ലാം നോട്ട് വേണ്ടുമ്പോൾ കുറച്ച് എക്സ്ട്രാ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇതൊക്കെ. സ്റ്റേപ്ലർ പിന്നും ലാസ്റ്റ് ആയിട്ടാണ് നമ്മളെ നെയിം സ്ലിപ്പ്. നമ്മളെ ബുക്കിനെല്ലാം ഒട്ടിക്കുന്ന നെയിം സ്ലിപ്പ് ഇല്ലേ ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ നെയിം സ്ലിപ്പ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുദുവിൻ്റെ ഒരു നെയിം സ്ലിപ്പാണ്. പിന്നെ ഇത് ഞാൻ വണ്ണത്തിൽ ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ച് തന്നെയാണ്. സാധാ നെയിം സ്ലിപ്പ് ഇത്ര വണ്ണമൊന്നും ഉണ്ടാവില്ല, എനിക്ക് വണ്ണത്തിലുള്ള നെയിം സ്ലിപ്പാണ് ഇഷ്ടം. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രണ്ടും. ഇത് നമ്മൾ വയനാട് പോയാലും അടുത്ത് ലവിൻ്റെ ഐസ്ക്രീം എടുത്ത ഫോട്ടോ. ഈ ഷീറ്റിലെ ഫോട്ടോസ് ഇതെല്ലാം ഊട്ടി പോയാൽ നമ്മൾ കുറെ ഒറ്റക്കൊറ്റക്കുള്ള ഫോട്ടോ എടുത്തനേനു. അപ്പോൾ ആറിനെടുത്ത ഫോട്ടോ ആണ് ഇത്. മൂന്നെണ്ണം. ഇത് ഊട്ടിന്ന് എടുത്തല്ല, ഇതിന് നമ്മൾ ഒരു മരമുള്ള സ്ഥലത്ത് നിർത്തിയിട്ടില്ല, ആടുന്നെടുത്ത ഫോട്ടോ ആണിത്. ആ മരമുള്ള സ്ഥലത്ത് നിർത്തിയ ഈ ലോങ് വീഡിയോ നിങ്ങൾ കാണാത്തവര് പോയി കാണുക, നമ്മളെ ചാനലിൽ ഉണ്ടാവും. ഈ കാർ ഈ ചോപ്പിന് ചേരുന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനെ കൊണ്ട് ആക്കിപ്പിച്ചാണ്. ഈ പിതയുടെ ഇരുന്നിട്ടുള്ളല്ലോ ഇത് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് നടക്കുന്നല്ലോ. നല്ല നെയിം സ്ലിപ്പ് അല്ലേ, ക്യൂട്ടില്ല. ഐസ്ക്രീം, പിന്നെ ഡോണറ്റ്, ആന. അനക്ക് കുറച്ച് എന്താ പ്ലെയിൻ ആയിട്ടുള്ള ആക്കിയിട്ടുണ്ട്. പൂച്ച കൂളിംഗ് ഗ്ലാസ് ഇട്ട് ബുക്ക് വായിക്കുന്ന ഇതാ പെൻജിന് ബുക്ക്. അപ്പൊ എനിക്ക് മനത്താത്തന്റെ ഈൽത്തുനിന്ന് ഇഷ്ടപ്പെട്ടത് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതും ഇത് രണ്ടും, പിന്നെ ഈ ഊട്ടി പോയവരെടുത്ത ഫോട്ടോകൾ. ഗൈസ് ഇനി നാളെ മുതൽ സ്കൂളിൽ പോക്കാണ്. ഈ നെയിം സ്ലിപ്പ് നമുക്ക് ഉമ്മയാക്കി തന്നതാണ്. നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ മുതൽ ഉമ്മയാണ് നമുക്ക് നെയിം സ്ലിപ്പ് ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് എല്ലാം ആക്കി തരുന്നത്. എൻ്റെ ഉമ്മയാക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ എടുക്കും, നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരിക്കും. പിന്നെ കണ്ട നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാം, അത് വേണോ ഇത് വേണോ അത് വേണ്ട അങ്ങനെയല്ലോ. ചില ഇനിയിപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പേജുള്ള ആളോട് പറയുന്നതാണെങ്കിൽ അവർ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും വെക്കാനി. ഇതാകുമ്പോൾ ഉമ്മ ചെയ്തിരുന്നാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെക്കാം. ഉമ്മ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ആക്കി തരലുണ്ട്. നമുക്കിത് ഇഷ്ടപ്പെട്ടിട്ട് സെറ്റ് ആയിനോന്ന് ചോദിച്ചിട്ട് മാത്രമേ മാറ്റൂ. ജോലിയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇനി നാളെ മുതൽ നമ്മൾ സ്കൂളിൽ പോവും. ഇനി ഉറങ്ങാനൊന്നും പറ്റില്ല ഗൈസ്, അല്ലെങ്കിൽ നമുക്കൊരു 11 മണി 12 മണി വരെ എല്ലാം ഉറങ്ങാലോ. അന്നൊക്കെ നല്ല പൊളിയായിരിക്കും. ഓളെപ്പോഴും 12 മണിക്ക് ഇങ്ങനെ ഹാ നല്ല പറഞ്ഞിട്ട് ഉറക്ക തെണീച്ചിട്ട് വരുത്താന്ന്. ഇനി അന്നൊക്കെ ഉറങ്ങാൻ പറ്റൂല, ഇനി ഉറക്കമൊന്നും ഉണ്ടാവൂല. മദ്രസ സ്കൂള് നമ്മൾ നല്ലോണം ഉറങ്ങി തീർത്തിനൊക്കെ. ഇന്നെ എണീച്ചത് 12 മണിക്ക്. കിട്ടിയ സമയം മുതലാക്കണ്ടേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ ബൈ ബൈ.